അങ്ങനെ ഷിക്കാര റൈഡിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു ഷിക്കാര ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ 3 പേരും ഇതിലേക്കുള്ള യാത്രക്കുള്ള ഒരു ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും ഞങ്ങൾ അത് വകവെക്കാതെ കോട്ടും തൊപ്പിയും എല്ലാം എടുത്തുകൊണ്ട് മെല്ലെ ആ ഷിക്കാരയിലേക്ക് ഇറങ്ങുകയാണ്. ആ ഷിക്കാരക്കാരൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം അടുപ്പിച്ച് തന്നുകയാണ്. ഇദ്ദേഹമാണ് ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്, ഇതിൻ്റെ കഥകൾ പറഞ്ഞു തന്നത്, ഷിക്കാരയുടെ ജീവിതം പറഞ്ഞു തന്നത്, അവരുടെ ജീവിതം, ഈ ജനിച്ചു വളർന്ന മണ്ണിൽ അവർ ചെയ്യുന്ന ജീവിതത്തിൻ്റെ തൊഴിലിനെക്കുറിച്ച് പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞു തന്ന വളരെ സരസമായൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. അങ്ങനെ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കുറേ ആളുകൾ, കുറേ വെള്ളങ്ങൾ, കുറേ ഷിക്കാരകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തടാകം തന്നെയാണ്. ഇതിൽ ഓളങ്ങളോ അനക്കങ്ങളോ ഇല്ലാതെ കിടക്കുന്ന, എന്നാൽ ആരും നീന്തുകയോ ഒന്നും ചെയ്യുന്നില്ല. മീൻ പിടിക്കൽ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. അതല്ലാതെ കുളിക്കുകയോ അതിന് പറ്റിയൊരു സ്ഥലമല്ല എന്നാണ് മനസ്സിലാവുന്നത്. മീൻ പിടിക്കാൻ തന്നെ ഇവിടെ മീനോ കടലോ ഒന്നും വല്ലാതെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കുറേ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു ഷിക്കാരയാണ്. ഇത് ഒരു ഹൗസ് ബോട്ട് പോലെ, നമ്മൾ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ട് പോലെയുള്ള അങ്ങനെയുള്ള അത്രയും വലിയ ഒരു ഹൗസ് ബോട്ടാണ്. ഞങ്ങളിങ്ങനെ സുന്ദരമായ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ തുഴഞ്ഞു കൊണ്ടിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ തൊഴിലിനെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. അദ്ദേഹം ഇനിയും അതിനിടയിൽ ഞങ്ങൾക്ക് ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത്ര പൈസ അടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം പുഞ്ചിരിയോടെ തന്നെ മറുപടി പറയുന്നുണ്ട്. അതിനിടയിലാണ് 2 പേർ ഒരു തോണിയുമായിട്ട് അടുപ്പിക്കുന്നത്. ഈ തോണിയിൽ എന്താണെന്ന് വെച്ചാൽ അത്തർ വിൽപ്പനക്കാരാണ്. ഇവർ അത്തറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത്തർ കാശ്മീരി ഊത് അറിയപ്പെട്ട കാശ്മീരി ഊത് എന്നറിയപ്പെടുന്ന സാധനം ഒരാദ്യം കാണിച്ചു തന്നു. ചെറിയ ബോട്ടിന് 450 രൂപയാണ് പറഞ്ഞത്. ശരിക്കും എനിക്കൊരു കടയുണ്ടായിരുന്നു കൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ കടയിൽ കൊടുത്തിരുന്ന സാധനം 200 രൂപയുടെ സാധനമായിരുന്നു. അത് നമ്മൾ കടയിലൊക്കെ 150 രൂപ കൊടുത്തിരുന്ന ഈ സാധനം 400 രൂപക്കാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പൈസ കുറക്കുന്നുണ്ടെങ്കിൽ പോലും അത് വില അല്പം കൂടുതലായതുകൊണ്ടും ഞങ്ങൾ അതിനോട് താല്പര്യപ്പെട്ടില്ല. സംഗതി നല്ല അത്തറാണെന്നാണ് മനസ്സിലാവുന്നത്. എങ്കിലും ഞങ്ങളത് എടുത്തിട്ടില്ല. അവരിങ്ങനെ കാണിക്കുന്നുണ്ട്, അവരെ കണ്ടില്ല. ഈ ഒരു വാണിജ്യം നമുക്ക് ഹൃദ്യമായൊരു വാണിജ്യമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവർ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കാൻ കഴിയും. ഒരു ബോക്സ്, അതിനുള്ളിൽ അവർക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ വേറെ ഇന്ധനങ്ങളൊന്നും ആവശ്യമില്ല. കഴിഞ്ഞിങ്ങനെ പോകുന്നു. നല്ല രസകരമായൊരു വാണിജ്യ സംസ്കാരമായിട്ടാണ് ഇത് തോന്നിയത്. ഞങ്ങൾ വീണ്ടും യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഓളങ്ങളില്ലാത്ത ഈ ഡീലക്സ് എന്ന് പറയപ്പെടുന്ന ഈ ചെറുവഞ്ചി, ചെറു ഷിക്കാര ഞങ്ങളെയും കൊണ്ട്, ഇതിൻ്റെ ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ, നീല ബാഗ് നിങ്ങൾക്ക് കാണാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അടുത്തടുത്ത് കുറേ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. ഹൗസ് ബോട്ടുകളായിട്ടും പല വിധത്തിലുള്ള ബോട്ടുകൾ. ഇവിടെ ഇങ്ങനെ യാത്ര ഇങ്ങനെ ചെരിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞൊരു സംഭവം, ഈ ഡിസംബർ മാസത്തിലൊക്കെ വന്നാൽ ഈ വെള്ളം ഒന്നാകെ, ദാൽത്തടാകത്തിലെ വെള്ളം ഒന്നാകെ ഐസായിട്ടുണ്ടാവും. ഈ ബോട്ടുകൾക്കൊന്നും ഇവിടെ ഇറങ്ങാൻ കഴിയാതെ വരും. ഇതിന് മുകളിലൂടെ നടക്കാൻ വരെ കഴിയുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ ആശ്ചര്യമായി തോന്നി. നമ്മൾ ഷിഹാബ് മാഷി അതിൻ്റെ ഇടയിൽ പോസുകൾ എടുക്കുന്നത് വിദഗ്ധനായിരുന്നു. അദ്ദേഹം സ്വന്തമായി വീഡിയോ ഒക്കെ എടുത്തു. അദ്ദേഹം അതുപോലെ ആ കയറ് പിടിച്ചിട്ട് കണ്ടില്ല, അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളെ കൊണ്ട് അദ്ദേഹം വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ അദ്ദേഹം ഡ്രൈവറുടെ ഒരു പോസ്റ്റൊക്കെ ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി.